മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഫോർ ആൻ ഇൻപുട്ട് മാർക്കറ്റിൽ എങ്ങനെയാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഇൻപുട്ടുള്ള കേസാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദി മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഫോർ ആൻ ഇൻപുട്ട് ഈസ് യൂസ്ഡ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് ദി ഇക്വിലിബ്രിയം പ്രൈസ് ഓഫ് ദ ഇൻപുട്ട് മാർക്കറ്റിൽ ഇക്വിലിബ്രിയം പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ത് വഴിയാണ്? മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഫോർ ആൻ ഇൻപുട്ട് വഴിയാണ്. അപ്പോൾ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഇൻപുട്ട് മാർക്കറ്റ് ആണെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ? അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ദ ഇക്വിലിബ്രിയം പ്രൈസ് ഓഫ് ദ ഇൻപുട്ട് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദി മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ്സ് ഓഫ് ദ ഇൻപുട്ട്. മാർക്കറ്റ് ഡിമാൻഡ് ഫോർ ആൻ ഇൻപുട്ടും മാർക്കറ്റ് സപ്ലൈ ഓഫ് ആൻ ഇൻപുട്ട് കർവും ജോയിൻ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടാണ് ഇക്വിലിബ്രിയം പ്രൈസ് ഓഫ് ദ ഇൻപുട്ട് ഡിറൈവ് ചെയ്യുന്നത്. ഏതിൽ? പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഇൻപുട്ട് മാർക്കറ്റിൽ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഇൻപുട്ട് മാർക്കറ്റാണ്, ഔട്ട്പുട്ട് മാർക്കറ്റ് അല്ല. ഈ ഒരു ചാപ്റ്ററിൽ മുഴുവൻ ഇൻപുട്ട് മാർക്കറ്റാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ദ ഇക്വിലിബ്രിയം പ്രൈസ് ഓഫ് ദ ഇൻപുട്ട് ഈസ് ഡിറ്റർമിൻഡ് at the intersection of the market demand and supply curve of the input. എങ്ങനെയാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഫോർ ആൻ ഇൻപുട്ട് ഡിറൈവ് ചെയ്യുന്നത്? അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഫോർ ആൻ ഇൻപുട്ട് ഡിറൈവ് ചെയ്യുന്നത്? ദ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഫോർ ആൻ ഇൻപുട്ട് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഇൻഡിവിജ്വൽ ഫേംസ് ഡിമാൻഡ് കർവ്സ് ഫോർ ദ ഇൻപുട്ട്. ഇൻഡിവിജ്വൽ ഫേംസിൻ്റെ ഡിമാൻഡ് കർവ് ഫോർ ആൻ ഇൻപുട്ടിൽ നിന്നാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഫോർ ആൻ ഇൻപുട്ട് ഡിറൈവ് ചെയ്യുന്നത്. ബട്ട് ദ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഫോർ ആൻ ഇൻപുട്ട് ഈസ് നോട്ട് ദി ഹൊറിസോണ്ടൽ സമേഷൻ ഓഫ് ദി ഡിമാൻഡ് കർവ്സ് ഓഫ് ഇൻഡിവിജ്വൽ ഫേംസ്. പക്ഷേ മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്സിൻ്റെ ഹൊറിസോണ്ടൽ സമേഷൻ അല്ല. ഇൻ ദ സമ്മേഷൻ പ്രോസസ് ആൻ അഡ്ജസ്റ്റ്മെൻറ്റ് മസ്റ്റ് ബി മെയ്ഡ് ഫോർ വാട്ട് ഈസ് കോൾഡ് എ മാർക്കറ്റ് എഫക്റ്റ് ഓർ എക്സ്റ്റേണൽ എഫക്റ്റ്. പക്ഷേ ആ സമ്മേഷൻ ടൈമിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് മെയ്ഡ് ചെയ്യുന്നുണ്ട്. അത്തരം അഡ്ജസ്റ്റ്മെൻറ്റ്സിന് പറയുന്ന പേരാണ് മാർക്കറ്റ് എഫക്റ്റ് ഓർ എക്സ്റ്റേണൽ എഫക്റ്റ്. ഇൻ ദ സമ്മേഷൻ പ്രോസസ് ആൻ അഡ്ജസ്റ്റ്മെൻറ്റ് മസ്റ്റ് ബി മെയ്ഡ് ഫോർ വാട്ട് ഈസ് കോൾഡ് എ മാർക്കറ്റ് എഫക്റ്റ് ഓർ എക്സ്റ്റേണൽ എഫക്റ്റ്. The market effect is the result of a reduction in the price of an input on the MRP curve or the demand curve. മാർക്കറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ആൻ ഇൻപുട്ട് റെഡ്യൂസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് അത് MRP കർവിൽ അല്ലെങ്കിൽ മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് കർവിൽ അല്ലെങ്കിൽ ഡിമാൻഡ് കർവിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർക്കറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റ് എഫക്റ്റ് ഈസ് ദ result of a reduction in the price of an input on the MRP curve or the demand curve. MRP of an input is equal to the marginal product of an input multiplied by the marginal revenue. MRP of an input, അതായത് മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് ഓഫ് ആൻ ഇൻപുട്ട് എന്ന് പറയുന്നത് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ദ ഇൻപുട്ട് മൾട്ടിപ്ലൈഡ് ബൈ ദി മാർജിനൽ റവന്യൂ. അതായത് കമ്മോഡിറ്റി പ്രൈസിന് അത് ഈക്വൽ ആയിരിക്കും. A reduction in commodity price will cause each firm's MRP and the demand curves of the input to shift down or to the left. അതായത് കമ്മോഡിറ്റി പ്രൈസിൽ എന്തെങ്കിലും റിഡക്ഷൻ ഉണ്ടായാൽ എ റിഡക്ഷൻ ഇൻ കമ്മോഡിറ്റി പ്രൈസ് വിൽ കോസ് ഈച്ച് ഫേംസ് MRP ആൻഡ് ഡിമാൻഡ് കർവ്സ് ഓഫ് ദ ഇൻപുട്ട് ടു ഷിഫ്റ്റ് ഡൗൺ ഓർ ടു ദ ലെഫ്റ്റ്. അതായത് കമ്മോഡിറ്റി പ്രൈസ് റെഡ്യൂസ് ചെയ്താൽ ഓരോ ഫേമിൻ്റെയും MRP അല്ലെങ്കിൽ ഡിമാൻഡ് കർവ് ഓഫ് ആൻ ഇൻപുട്ട് ഡൗൺവേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. കമ്മോഡിറ്റി പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫേമിൻ്റെയും MRP കർവ് അതുപോലെ തന്നെ ഡിമാൻഡ് കർവ് ഓഫ് ആൻ ഇൻപുട്ട് ഡൗൺവേർഡിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, വെൻ ദ വേജ് റേറ്റ് ഫോൾസ് all firms will seek to employ more laborers and expand output. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വേജ് റേറ്റ് കുറഞ്ഞെന്ന് വിചാരിക്കുക. വേജ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫേംസും കൂടുതൽ ലേബേഴ്സിനെ എംപ്ലോയ് ചെയ്യിക്കുന്നു, അതുവഴി ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. ആൻഡ് ദിസ് വിൽ റിസൾട്ട് ഇൻ എ റിഡക്ഷൻ ഇൻ ദ പ്രോഡക്റ്റ് പ്രൈസ്. അപ്പോൾ ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്തു, അപ്പോൾ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ത് ചെയ്യാണ്? റെഡ്യൂസ് ചെയ്യാണ്. ആൻഡ് ദിസ് വിൽ റിസൾട്ട് ഇൻ എ റിഡക്ഷൻ ഇൻ ദ പ്രോഡക്റ്റ് പ്രൈസ്. ആൻഡ് ദിസ് fall in the product price is reflected in a lower MRP curve for labor and thus a demand
ഫോർ ലേബർ. അതായത് ഈ പറയുന്ന പ്രോഡക്റ്റ് പ്രൈസ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും? എം ആർ പിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. എം ആർ പി കുറയാൻ കാരണമായിരുന്നു. എം ആർ പി കർവ് ഫോർ ലേബർ എന്ത് ചെയ്യും? കുറയും. ആൻഡ് ദസ് എ ലോവർ ഡിമാൻഡ് ഫോർ ലേബർ, അത് ഡിമാൻഡ് ഫോർ ലേബർ കുറയാനായിട്ട് കാരണമാണ്. ആൻഡ് ദിസ് fall in product price is reflected in a lower MRP curve for labor and thus a lower demand for labor. The market demand for labor is therefore the horizontal summation of the individual firms' demand for labor. Market demand for labor എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഫേംസ് ഡിമാൻഡ് ഫോർ ലേബറിൻ്റെ ഹൊറിസോണ്ടൽ സമ്മേഷനാണ്. ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ഫോർ ദ മാർക്കറ്റ് എഫക്റ്റ്, ഏതിനു ശേഷം? മാർക്കറ്റ് എഫക്റ്റിലെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തിയതിന് ശേഷം ഇൻഡിവിജ്വൽ ഫേംസ് ഡിമാൻഡ് ഫോർ ലേബറിൻ്റെ ഹൊറിസോണ്ടൽ സമ്മേഷനാണ് മാർക്കറ്റ് ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത്. The market demand for labor is therefore the horizontal summation of individual firms' demand for labor only after adjusting for the market effect. മാർക്കറ്റ് എഫക്റ്റിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തിയതിന് ശേഷം ഇൻഡിവിജ്വൽ ഫേംസ് ഡിമാൻഡ് ഫോർ ലേബറിൻ്റെ ഹൊറിസോണ്ടൽ സമ്മേഷനാണ് മാർക്കറ്റ് ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത്. ഇനി അത് ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷനാണ് പറയുന്നത്, ശ്രദ്ധിക്കാം. MRP L1 കർവ് ഈസ് ദ ഡിമാൻഡ് ഫോർ ലേബർ കർവാണ്. MRP L1 കർവ് ലെഫ്റ്റ് സെക്ഷൻ ഓഫ് ദ ഫിഗറിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് പാനൽ ഓഫ് ദ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. MRP L1 എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ ലേബർ കർവാണ്. ഇഫ് ദ വേജ് റേറ്റ് ഈസ് W, വേജ് റേറ്റ് W ആണെങ്കിൽ ദ പ്രോഫിറ്റ് മാക്സിമൈസിങ് ഫേം വുഡ് ഹയർ 10 വർക്കേഴ്സ് പെർ ഡേ. നോക്കൂ, വേജ് റേറ്റ് W ആകുമ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസിങ് ഫേം എത്ര വർക്കേഴ്സിനെയാണ് യൂസ് ചെയ്യുന്നത്? 10 വർക്കേഴ്സ് പെർ ഡേ ആണ് യൂസ് ചെയ്യുന്നത്. വേജ് റേറ്റ് ഈസ് W. ഇഫ് ദ വേജ് റേറ്റ് ഈസ് W, ദ പ്രോഫിറ്റ് മാക്സിമൈസിങ് ഫേം വുഡ് ഹയർ 10 വർക്കേഴ്സ് പെർ ഡേ. ഇഫ് ദർ വർ 50 ഐഡൻറ്റിക്കൽ ഫേംസ് ഡിമാൻഡിങ് ലേബർ, ഇഫ് ദർ വർ 50 ഐഡൻറ്റിക്കൽ ഫേംസ് ഡിമാൻഡിങ് ലേബർ, അതായത് 50 ഐഡൻറ്റിക്കൽ ഫേംസ് ലേബേഴ്സിനെ ഡിമാൻഡ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഓൾ ഫേംസ് വുഡ് ടുഗദർ എംപ്ലോയ് 500 വർക്കേഴ്സ് അറ്റ് ദ വേജ് റേറ്റ് W. അതായത് ദർ വർ 50 ഐഡൻറ്റിക്കൽ ഫേംസ് ഡിമാൻഡിങ് ലേബർ, അതായത് 50 ഐഡൻറ്റിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഫേംസ് ലേബേഴ്സിനെ ഡിമാൻഡ് ചെയ്യുന്ന സിറ്റുവേഷനിൽ എല്ലാ ഫേംസും കൂടെ നോക്കുകയാണെങ്കിൽ എത്ര പേരെ ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട് ഈ വേജ് റേറ്റ് Wയിൽ? 500 വർക്കേഴ്സിനെ. ഇഫ് ദർ വർ 50 ഐഡൻറ്റിക്കൽ ഫേംസ് ഡിമാൻഡിങ് ലേബർ ഓൾ ഫേംസ് വുഡ് ടുഗദർ, അതായത് മാർക്കറ്റ് ഡിമാൻഡാണ് നോക്കേണ്ടത് റൈറ്റ് സൈഡ് പാനലിലെ. ഇഫ് ദർ വർ 50 ഐഡൻറ്റിക്കൽ ഫേംസ് ഡിമാൻഡിങ് ലേബർ ഓൾ ഫേംസ് വുഡ് ടുഗദർ എംപ്ലോയ് 500 വർക്കേഴ്സ് അറ്റ് ദ വേജ് റേറ്റ് W. അപ്പോൾ ആദ്യം ലെഫ്റ്റ് സൈഡിൽ ഫേം ആണ് പറയുന്നത്, റൈറ്റ് സൈഡ് ഗ്രാഫിൽ മാർക്കറ്റാണ്. അപ്പോൾ 500 എന്ന് പറയുന്നത് ഈ 50 ഐഡൻറ്റിക്കൽ ഫേംസ് 10 വർക്കേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന മാർക്കറ്റ് ഡിമാൻഡിൽ എത്ര എംപ്ലോയ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് 500 എന്ന് വേജ് റേറ്റ് Wയിൽ. വെൻ ദ വേജ് റേറ്റ് ഫോൾസ് ടു W സ്റ്റാർ, അടുത്ത സെക്ഷൻ അടുത്ത പാരഗ്രാഫായിട്ട് എഴുതാം. എന്താണ്? വെൻ ദ വേജ് റേറ്റ് ഫോൾസ് ടു W സ്റ്റാർ, W സ്റ്റാർ ആയിട്ട് വേജ് റേറ്റ് കുറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ദ ഫേം വുഡ് ഹയർ 25 വർക്കേഴ്സ്. ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്, 25 വർക്കേഴ്സ്. വേജ് റേറ്റ് കുറഞ്ഞ് W സ്റ്റാർ ആകുമ്പോഴത്തേക്കും 25 വർക്കേഴ്സിന് ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രത്യേകത എന്താ? നോ അതർ ഫേംസ് വുഡ് ഹയർ വർക്കേഴ്സ് അറ്റ് ദ ലോവർ വേജ് റേറ്റ്. മറ്റ് ഫേംസ് ഒന്നും തന്നെ ലോവർ വേജ് റേറ്റിൽ കൂടുതൽ പേരെ ജോലിക്ക് എടുക്കുന്നില്ല. വെൻ ദ വേജ് റേറ്റ് ഫോൾസ് ടു W സ്റ്റാർ, ഫേം വുഡ് ഹയർ 25 വർക്കേഴ്സ് ഇഫ് നോ അതർ ഫേംസ് വുഡ് ഹയർ വർക്കേഴ്സ് അറ്റ് ദ ലോവർ വേജ് റേറ്റ്. മറ്റ് ഫേംസ് ഒന്നും തന്നെ ലോവർ വേജ് റേറ്റിൽ ആളെ ജോലിക്ക് എടുക്കുന്നില്ല. അപ്പോൾ ഈ ഫേം മാത്രം കൂടുതൽ പേര് എടുക്കുന്നുണ്ട്, 25 വർക്കേഴ്സിന്. ബട്ട് വെൻ ദ വേജ് റേറ്റ് ഫോൾസ് ഫോർ ഓൾ ഫേംസ് ഇൻ ആൻ ഇൻഡസ്ട്രീസിലെ എല്ലാ ഫേംസിൻ്റെയും വേജ് റേറ്റ് കുറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ദ ഇൻഡസ്ട്രി ആസ് എ ഹോൾ വിൽ ഹയർ മോർ ലേബർ. അപ്പോൾ ഇൻഡസ്ട്രീസിലുള്ള എല്ലാ ഫേംസും കൂടുതൽ ലേബേഴ്സിനെ ജോലിക്കെടുക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. ബട്ട് വെൻ ദ വേജ് റേറ്റ് ഫോൾസ് ഫോർ ഓൾ ഫേംസ് ഇൻ ആൻ ഇൻഡസ്ട്രി, ദ ഇൻഡസ്ട്രി ആസ് എ ഹോൾ വിൽ ഹയർ മോർ ലേബർ ആൻഡ് ദിസ് വിൽ ലീഡ് ടു മോർ ഔട്ട്പുട്ട്.
ആൻഡ് എ ലോവർ മാർക്കറ്റ് പ്രൈസ് ഫോർ ദ കമ്മോഡിറ്റി. അത് കൂടുതൽ ഔട്ട്പുട്ട് കൂടാനും മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി കുറയാനും കാരണമാകുന്നുണ്ട്. കൂടുതൽ ലേബേഴ്സിനെ കുറഞ്ഞ വേജ് റേറ്റിൽ എടുക്കുന്നത്. ആൻഡ് ദിസ് വിൽ ലീഡ് ടു മോർ ഔട്ട്പുട്ട് ആൻഡ് എ ലോവർ മാർക്കറ്റ് പ്രൈസ് ഫോർ ദ പ്രോഡക്റ്റ്. പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് പ്രൈസ് കുറയാനായിട്ട് കാരണമാണ്. അതായത് ഇൻപുട്ട് പ്രൈസ് കുറയുന്ന സമയത്ത്, ലേബറിൻ്റെ വേജ് കുറയുന്ന സമയത്ത് കൂടുതൽ ലേബേഴ്സിനെ ജോലി ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്താവും? കുറയാൻ കാരണമാകുന്നു. ആ പ്രോഡക്റ്റ് പ്രൈസിനെയാണ് നമ്മളിവിടെ പറഞ്ഞത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് വിൽ ലീഡ് ടു മോർ ഔട്ട്പുട്ട് ആൻഡ് ലോവർ ദി മാർക്കറ്റ് പ്രൈസ് ഫോർ ദ കമ്മോഡിറ്റി. നോക്കൂ, എ റിഡക്ഷൻ ഇൻ കമ്മോഡിറ്റി പ്രൈസ് വിൽ കോസ് എ ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് ഇൻ ദി ഡിമാൻഡ് ഫോർ ലേബർ ടു MRPL2. അതായത് കമ്മോഡിറ്റി പ്രൈസ് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് ഫോർ ലേബർ കർവ് കുറഞ്ഞു. മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് ഓഫ് ലേബർ കർവ് ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, MRPL2 ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു. ആൻഡ് ദിസ് ഷിഫ്റ്റ് റിസൾട്ട് ഇൻ എ ലോവർ ക്വാണ്ടിറ്റി ഓഫ് ലേബർ ഡിമാൻഡഡ് ബൈ ദ ഫേം. MRPL2 ആയിട്ട് ഷിഫ്റ്റ് ചെയ്തത് ക്വാണ്ടിറ്റി ഓഫ് ലേബർ ഫേം ഡിമാൻഡ് ചെയ്യുന്നത് കുറയാൻ കാരണമാകുന്നു. ഫേമിൻ്റെ ഇൻപുട്ട് ഡിമാൻഡ്, ദാറ്റ് മീൻസ് ക്വാണ്ടിറ്റി ഓഫ് ലേബർ ഡിമാൻഡ് ചെയ്യുന്നത് കുറയാൻ കാരണമാകുന്നു. ദിസ് വിൽ റിസൾട്ട്സ് ഇൻ എ ലോവർ ക്വാണ്ടിറ്റി ഓഫ് labor demanded by the firm. The firm will now hire 20 workers rather than 25 workers per day. ഫേം അപ്പോൾ 20 വർക്കേഴ്സിന് ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട് 25 വർക്കേഴ്സിന് പകരം. ദാറ്റ് മീൻസ് അറ്റ് പോയിൻ്റ് ഇയിൽ MRPL2 കർവിൽ പോയിൻ്റ് ഇ. നേരത്തെ സി എന്നുള്ള പോയിൻ്റ് MRPL1 കർവാണ്. ഇപ്പോൾ പറഞ്ഞത് 20 വർക്കേഴ്സിനെ എംപ്ലോയ് ചെയ്യുമ്പോൾ ഇ എന്നുള്ള പോയിൻ്റ്. The firm would now hire 20 workers rather than 25 workers per day. With 50 identical firms in the market, all firms together will employ 1000 workers. നോക്കൂ, 50 ഐഡൻറ്റിക്കൽ ഫേംസ് ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു മാർക്കറ്റിൽ. അങ്ങനെയാണെങ്കിൽ എല്ലാ ഫേംസും കൂടെ എത്ര പേരെ എംപ്ലോയ് ചെയ്തിട്ടുണ്ടാവും? അതായത് 1000. 50 ഐഡൻറ്റിക്കൽ ഫേംസ് ഇൻ ദ മാർക്കറ്റ്, ഓൾ ഫേംസ് വിൽ എംപ്ലോയ് 1000 വർക്കേഴ്സ്. ഇപ്പോൾ 20 വർക്കേഴ്സ് വീതം ഓരോ ഫേംസും എംപ്ലോയ് ചെയ്യുകയാണെങ്കിൽ മൊത്തം 50 ഫേംസാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിൽ മൊത്തം എത്ര പേരെ എംപ്ലോയ് ചെയ്യുന്നുണ്ട്? 1000. വിത്ത് 50 ഐഡൻറ്റിക്കൽ ഫേംസ് ഇൻ ദ മാർക്കറ്റ്, ഓൾ ഫേംസ് വിൽ ടുഗദർ employ 1000 workers. The market demand for labor, that is DL curve, right side market demand curve on DL. The market demand curve for labor DL is derived by joining points A dash and E dash. അതായത് റൈറ്റ് പാനൽ ഓഫ് ദ ഫിഗറിൽ മാർക്കറ്റ് ഡിമാൻഡ് കർവാണ് DL. അതെങ്ങനെയാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്? പോയിൻറ്റ്സ് A സ്റ്റാറും അതുപോലെ തന്നെ E സ്റ്റാറും ജോയിൻ ചെയ്തിട്ട്. ദ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഫോർ ലേബർ DL is derived by എങ്ങനെയാണ്? ജോയിനിങ് പോയിൻറ്റ്സ് A സ്റ്റാർ ആൻഡ് E സ്റ്റാർ, സോറി A ഡാഷ് ആൻഡ് E ഡാഷ്, A ഡാഷ് ആൻഡ് E ഡാഷ്. കോമയെല്ലാം മുകളിൽ എഴുതേണ്ടത് A ഡാഷ് എന്നുള്ള കൊടുക്കുക കേട്ടോ. A ഡാഷ് ആൻഡ് E ഡാഷ് വിച്ച് ഈസ് ഷോൺ ഇൻ ദ റൈറ്റ് പാനൽ, ദറ്റ് ഈസ് റൈറ്റ് സൈഡിൽ ഫിഗറിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. DL മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഫോർ ലേബർ ഡിറൈവ് ചെയ്യുന്നത് A ഡാഷും E ഡാഷും എന്നുള്ള പോയിൻറ്റ്സ് ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഫോർ ആൻ ഇൻപുട്ടിൽ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഫോർ ആൻ ഇൻപുട്ട് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്. പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റാണ്, ഇൻപുട്ട് മാർക്കറ്റാണ് നമ്മൾ പറഞ്ഞു. അവിടെ എങ്ങനെയാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഫോർ ആൻ ഇൻപുട്ട് ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്.